രണ്ടുപേര് തമ്മിലൊരു ചെറിയ ബഹളമുണ്ടായി. ഒരു റോഡിൽ വെച്ച് രണ്ടുപേര് തമ്മിലൊരു ബഹളമുണ്ടായി. അപ്പോൾ ഇതിൽ ഒരുത്തൻ അവിടെ ചാണകം കിടക്കുന്നുണ്ടായിരുന്നു. ഈ ചാണകം എടുത്തിട്ട് മറ്റൊരുത്തനെ എറിഞ്ഞു, മുഖത്തേക്ക് എറിഞ്ഞു. അവൻ്റെ മുഖത്ത് മുഴുവൻ ചാണകമായി. അവന് ദേഷ്യം വന്നു. അവൻ വേഗം തെരച്ചിൽ തുടങ്ങി. എവിടുന്നേലും ഇതേപോലെ കുറച്ച് ചാണകം കിട്ടിയാൽ തിരിച്ചെറിയാലോ എന്ന് വിചാരിച്ചിട്ട് തെരച്ചിൽ തുടങ്ങി. പക്ഷെ ചാണകം കിട്ടിയില്ല. മറ്റവനാണെങ്കിലും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു പക കയറി. ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും, ഇവൻ്റെ മുഖത്ത് ഞാൻ ഇവനെ എറിഞ്ഞതിൻ്റെ ഒരു 10 ഇരട്ടി ചാണകം എറി എന്ന് പ്ലാനിട്ട് മനസ്സിനകത്ത്. പക്ഷെ അപ്പോൾ അവനൊരു സംശയം, ഇനി എപ്പോഴെങ്കിലും ഇവനെ കാണുമല്ലോ, ഈ കാണുന്ന സമയത്ത് ചാണകമില്ലെങ്കിലോ ആ കാണുന്ന സ്ഥലത്ത്. അപ്പോൾ അവനാ റോഡ് മുഴുവൻ നടന്ന് കുറച്ച് പച്ച ചാണകമൊക്കെ പെറുക്കി കവറിലാക്കി കിഴി കെട്ടി അരയിൽ തിരികിട്ട് നടക്കുകയാണ്. ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ട് അവനെ കാണാനില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ അരയിൽ കെട്ടിത്തൂക്കിയ ചാണകമൊക്കെ കേടുവന്ന് പോകുമല്ലോ, അത് ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവനിത് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. 4 ദിവസം കൂടെ പോയി ചാണകം ഇങ്ങനെ മാറ്റണം, പുതിയ ചാണകം അപ്ഡേറ്റ് ചെയ്യണം അരയിൽ. കുറേ പണിയുണ്ടല്ലോ. ഇങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ട ഉടനെ തന്നെ ഇവൻ്റെ കിഴിയൊക്കെ തുറന്നിട്ട് ഇതിനുള്ളിൽ കൈയിട്ടിട്ട് തുരുതുരാ ചാണകം കയറാണ് അവൻ്റെ മുഖത്തേക്ക്. അങ്ങനെ ഇവന് സംതൃപ്തനായി തിരിച്ച് പ്രതികാരം ചെയ്തപ്പോഴേ. പക്ഷെ ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ചാണക എറിയൽ പ്രതികാരം ഒക്കെ ശരി, സൈക്കോളജിക്കലി അവന് സമാധാനം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും ഇപ്പോൾ ഈ ചാണകം കൊണ്ട് കൂടുതൽ കളിച്ചതാരാ ചിന്തിച്ച് നോക്കിയേ. കഴിഞ്ഞ 2 മാസമായിട്ട് ഇവൻ 4-5 ദിവസം കൂടുമ്പോൾ ഈ ചാണകം പഴയത് കളഞ്ഞ് പുതിയത് വാരി നിറക്കൽ, ഇവൻ ചാണകത്തിൻ്റെ പിന്നാലെ തന്നെയാണ്. മറ്റേ ആൾ ആ ചാണകം അന്ന് മറന്നിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇന്ന് അതൊന്ന് മുഖത്തായി, ഇത് കഴുകി കളഞ്ഞാൽ അതും പോയി. മറ്റേ ആളോ, പ്രതികാരം ചെയ്യാൻ നടന്ന ആളോ, കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ചാണകത്തിൻ്റെ പിന്നാലെയാണ്. ഇതേപോലെ ഈ ചാണകം പോലെ വേണം നമ്മൾ പ്രതികാരം ചെയ്യുന്ന ഓരോ സബ്ജക്റ്റുകളെ കാണാൻ. നിങ്ങളെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ ഒരാളെ അപമാനിച്ചു, നിങ്ങൾക്ക് അയാളെ തിരിച്ച് അപമാനിക്കണം. നിങ്ങളതിനുള്ള അവസരവും കാത്തിരിക്കുകയാണ് മാസങ്ങളായിട്ട്. അപ്പോൾ ആരുടെ മനസ്സാ നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്നേ? ആ മനുഷ്യനത് ഓർമ്മ പോലും ഇല്ല. നമ്മളത് ഉള്ളിൽ നീറിപ്പുകഞ്ഞിങ്ങനെ എടുത്തു വെച്ച് കൊണ്ടു നടക്കുകയാണ്. സോ നമ്മൾ ഇങ്ങനെ ഒരാളെ പാഠം പഠിപ്പിക്കാനൊക്കെ നടക്കുമ്പോൾ നമ്മളുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഏതോ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ ഈ പാഠം പഠിപ്പിക്കൽ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഒരുപാട് തലയിൽ ഏറ്റി നടക്കേണ്ടി വരുന്നുണ്ട്. നമുക്കത് മറക്കാൻ പറ്റില്ല. ഈ പാഠം പഠിപ്പിക്കേണ്ട ആൾക്കത് മറക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിന് എക്സ്ട്രാ ലോഡ് വരും. ഒരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, അത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളെ അബ്യൂസ് ചെയ്ത, നിങ്ങളെ ചൂഷണം ചെയ്ത, നിങ്ങളെ പറ്റിച്ച, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങളോട് ചെയ്ത ആളുകളുണ്ടാവും. അവരെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അവർ ചെയ്ത പ്രവൃത്തിയെയും മറക്കരുത്, ആ മനുഷ്യനെയും മറക്കരുത്. അതെന്തുകൊണ്ടാ? അത് ഇനിയും അതുപോലെ സംഭവിക്കാതിരിക്കാൻ അതവിടെ നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ മനസ്സിനകത്ത് പാറയിൽ കൊത്തിവെച്ച പോലെ കിടക്കണം. ഒരു തവണ ഒരാൾ നിങ്ങളെ പറ്റിക്കാം, അതേ ആൾ തന്നെ വീണ്ടും നിങ്ങളെ പറ്റിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു മണ്ടനാണ്. അത് ചെയ്യാൻ പാടില്ല. അതിന് നമ്മൾ ഒരിക്കലും മറക്കാത്ത തരത്തിൽ ആ കാര്യം അവിടെ ലേബൽ ചെയ്ത് വെക്കണം. ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മറക്കാനും പൊറുക്കാനും പഠിക്കണം എന്നല്ലേ നമ്മളെ പൊതുവെ പറയാം. അതൊക്കെ ശരി തന്നെയാണ്. ഞാനും ഇത് പറയാറുള്ളതാണ്. നിങ്ങളത് മറക്കരുത്, പൊറുക്കരുത്. നിങ്ങളുടെ മറക്കലും പൊറുക്കലും ആ വ്യക്തിയെ ട്രമൻഡസ് ട്രാൻസ്ഫോർമേഷന് വിധേയമാക്കുമെങ്കിൽ ചെയ്യാം. ആ വ്യക്തി ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറക്കും പൊറുക്കും ചെയ്യരുത്. കാരണം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സേഫ്റ്റി കിട്ടുമല്ലോ. അതൊക്കെ ശരി. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പാഠം പഠിപ്പിക്കാൻ പോരുത് എന്നുള്ളതാണ്. നിങ്ങൾ വേണ്ട പ്രിക്കോഷൻ എടുത്തോളാം. പാഠം പഠിപ്പിക്കാൻ പോരുത് ആരെയും. അത് നിങ്ങൾക്ക് ഒരുപാട് ടൈം വേസ്റ്റാണ്. മാത്രമല്ല നിങ്ങൾ ഒരുപാട് നെഗറ്റീവാകും, നിങ്ങളുടെ മൈൻഡ് നെഗറ്റീവാകും. അതുകൊണ്ട് ഇവരെ ഒരു പാഠം ഞാൻ പഠിപ്പിക്കും എന്ന വാക്കുപയോഗിക്കുന്ന ആൾക്കാരില്ലേ, അവർ സ്വന്തം ജീവിതത്തിന് ഒരു വിലയും നൽകാത്തവരാണ് എന്നാണ് അർത്ഥം. അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് പറയുമ്പോൾ സ്വന്തം വീട് വൃത്തിയാക്കാതെ അന്യൻ്റെ വീട് വൃത്തിയാക്കാൻ നടക്കുന്ന ആൾക്കാരാണ് അവർ. ആ തരത്തിൽ വേണം അത് കാണാൻ. സ്വന്തം മനസ്സിനെ വൃത്തികേടാക്കി വെച്ചിട്ട് മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കാനും മറ്റും നടക്കുന്നവർ. ഒരു നല്ല പ്രവണതയല്ല, അത് പാടില്ല.